പണ്ട് ഞാൻ കോട്ടയത്ത് വർക്ക് ചെയ്യുമ്പോൾ ബസ്സിനാണ് പോയിക്കൊണ്ടിരുന്നത്. ആദ്യം എറണാകുളമായിരുന്നു, പിന്നെ കോട്ടയത്തേക്ക് മാറേണ്ടി വന്നു. അപ്പോൾ എറണാകുളം ബൈക്കിനാണ് പോയിക്കൊണ്ടിരുന്നത്. കോട്ടയമായപ്പോൾ നമുക്ക് ബൈക്കിൽ പോകുന്ന അത്ര ഇതായിട്ട് തോന്നിയില്ല, കാരണം രാത്രിയൊക്കെ ആൾക്കാർ കുറവായിരിക്കും. ലോങ് ഇതാണല്ലോ, പക്ഷേ ഈ എറണാകുളം പോലെയൊന്നും ഒരു ഇതല്ല. പക്ഷെ നല്ല റോഡൊക്കെ നല്ല റോഡ് തന്നെ. അങ്ങനെ ബസ്സിനാക്കാൻ ഓർത്തു. ബസ്സിൻ്റെ യാത്ര നോക്കിയപ്പോൾ ആദ്യമൊക്കെ സമയത്ത് ബസ് കിട്ടാൻ വേണ്ടി പാടായിരുന്നു. അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞാലേ അടുത്ത ബസ് ഉണ്ടാകത്തുള്ളൂ. പ്രൈവറ്റ് ബസ്സൊക്കെ ഉണ്ട്, എന്നാലും സമയത്ത് നമുക്ക് ചെല്ലാൻ പറ്റത്തില്ല. അങ്ങനെ കെ എസ് ആർ ടി സിയിലേക്ക് നമ്മൾ മാറാൻ ഓർത്തു. കെ എസ് ആർ ടി സി നോക്കി നിന്നപ്പോഴാണ് ബസ്സൊക്കെ ഓഫീസിലേക്ക് ചെല്ലണം, 9:00 ചെല്ലണം. അങ്ങനെ ഒരു ബസ് കിട്ടി, ഒരു LS ഉണ്ടായിരുന്നു. അങ്ങനെ കൃത്യസമയത്ത് ചെല്ലുന്ന വണ്ടിയാണ് ഓഫീസ് ടൈമിന്. അങ്ങനെ അത് സ്ഥിരം ആ വണ്ടി തന്നെ ആയി. വൈകിട്ടും ഈ പ്രശ്നം തന്നെ, തിരിച്ച് വണ്ടി കിട്ടാൻ പാടാണ്. അപ്പോൾ 8 മണിക്കുണ്ട്, 8:20-നുണ്ട്, പിന്നെ ഉള്ളത് 9 മണി കഴിഞ്ഞൊക്കെ ഉള്ളൂ. ഇവിടെ വരുമ്പോൾ നമുക്ക് താമസമാവും. അങ്ങനെ സ്ഥിരം യാത്രയായിരുന്നു. അപ്പോൾ വൈകിട്ട് ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ 8:20 വണ്ടി പതുക്കെ ഇവർ ഒന്ന് ചവിട്ടി KSRTC-ക്കാർ. കാരണം 8 മണി കഴിഞ്ഞ് പെട്ട അടുത്ത എത്ര സമയം കൊണ്ടല്ലോ, പിന്നെ 8:45 ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ ഭയങ്കര പാടായി ഈ പോക്ക് വരവേ. അപ്പോൾ ഈ സ്ഥിരം യാത്രക്കാരുണ്ട് ചേർത്തലയ്ക്കുള്ള. അങ്ങനെ അങ്ങനെ എല്ലാവരും കൂട്ടായി. അങ്ങനെ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. അപ്പോൾ നല്ല വെൽ ഡ്രസ്ഡാണ്. അപ്പോൾ മനസ്സിലായി ഇവിടെ ഷോറൂം വർക്ക് ചെയ്യുന്നതാണ് മനസ്സിലായി. പുള്ളിക്കാരൻ അങ്ങനെ പരിചയപ്പെട്ടു, പേരൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ ഞങ്ങളും KSRTC പിന്നെ ഇപ്പോൾ ചെന്ന് സംസാരിക്കും, ഇങ്ങനെ വണ്ടിയില്ലാത്തതിൻ്റെ കാര്യം സംസാരിക്കും. അവർ വണ്ടി വരും, നിങ്ങളുടെ ചേർത്തല ഡിപ്പോക്കാർ വിടാത്താന്ന് പറഞ്ഞാൽ സംസാരിച്ച് ഇതൊക്കെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. മിക്കപ്പോഴും 8:20 വണ്ടി ഉണ്ടായാല. അങ്ങനെ ഞങ്ങൾ പലരും ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നേരത്തെ ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ കൂടുതലും പരിചയപ്പെട്ടത്. അങ്ങനെ വീട്ടിലാരൊക്കെയാണ് അങ്ങനെ അവരെ പരിചയപ്പെട്ടിങ്ങനെ. അപ്പോൾ പുള്ളി നല്ലൊരു തുണിക്കട വർക്ക് ചെയ്യണം മനസ്സിലായി, വലിയ കമ്പനി വർക്ക് ചെയ്യണം മനസ്സിലായി. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ റെക്കമെൻഡേഷൻ ചോദിച്ചു, ഇങ്ങനെ ജോലി കിട്ടുമെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു, ഓ എൻ്റെ വിഷ്ണു, അങ്ങനെ ആരെയും കൊണ്ടുവരില്ലേ, ഈ ഫീൽഡിലൊക്കെ ഭയങ്കര ഇതാണ്, കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് പെട്ടുപോയ ആൾക്കാരാന്ന് പറയും, നിങ്ങളൊന്നും പെടാതിരിക്കാന്ന് പറയും. നമ്മളൊന്നും അങ്ങനെ കാര്യമാക്കുന്നില്ല ആ സമയത്തൊന്നും, കാരണം ജോലി തുടങ്ങിയല്ലേ ഉള്ളൂ, നമ്മൾ ചെറുപ്പമാണല്ലോ. അവർ അവരുടെ അനുഭവം കൊണ്ട് പറയുന്ന മനസ്സിലായി. അങ്ങനെ അത് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് പുള്ളിയെ കാണാതായി. അപ്പോൾ ഞാനിങ്ങനെ അവനെ തിരക്കിടാ, എന്ത് പറ്റി? എടാ പുള്ളി ഒരു പാവത്തനാടാ, ഇങ്ങനെ ഫ്ലോർ മാനേജറാണ്. അപ്പോൾ ഷോപ്പിലെന്തോ ഇങ്ങനെ കസ്റ്റമേഴ്സ് എന്തോ വിഷയം ഉണ്ടായി, അപ്പോൾ അതിൻ്റെ പേര് ചീത്ത കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. പുള്ളി തന്നെ എല്ലാം ചീത്ത പുള്ളിക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം പുള്ളി കണ്ടു. പുള്ളി പറഞ്ഞ് ഇത്തിരി ഇതായിരുന്നു, ഇങ്ങനെ അത് ഈ ജോലിയുടെ ഭാഗമാണെന്നേ, എന്താ നമുക്ക് ഇരിക്കാൻ പോലും പറ്റത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ. അങ്ങനെ ഒരു ദിവസം പുള്ളിക്കാരൻ പിന്നെയും കുറച്ച് ദിവസം പുള്ളി കണ്ടില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് അതിനെ പുള്ളിക്കാരൻ നിർത്തിപ്പോയി. പുള്ളിക്കെന്തോ വീട്ടിലെന്തോ അമ്മയ്ക്കെന്തോ മേലായിരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളീനെ ഇവിടുന്ന് തൃശ്ശൂരേക്ക് പോകാൻ ട്രാൻസ്ഫർ പറഞ്ഞു. പുള്ളിക്കാരന് പോകാൻ പറ്റിയ അവസ്ഥയല്ലായിരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ സംസാരിച്ചു, അങ്ങനെ അതൊന്നും അവർ സമ്മതിച്ചില്ല. അങ്ങനെ വഴക്കൊക്കെ ആയി, ബഹളമായി, ആൾ പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത പുള്ളിക്കാരൻ്റെ അവസ്ഥ, കാരണം കുടുംബം കഴിയുന്ന പുള്ളിക്കാരൻ്റെ ആ ശമ്പളത്തിലാണല്ലോ. അപ്പോൾ തന്നെ മനസ്സിലൊരു ജോലിയുടെ പേടി മനസ്സിലായത്, നമുക്ക് ഏത് നിമിഷം പ്രൈവറ്റ് ജോലിയൊക്കെ പോകാമെന്ന് മനസ്സിലായി. 10 വർഷം വർക്ക് ചെയ്യണമെന്ന് കാര്യമില്ല, അവർക്ക് പക്ഷേ മസ്റ്റ് ഗോയിങ് ആണെന്ന് മനസ്സിലായി. അങ്ങനെ പുള്ളിക്കാരൻ നമ്പർ എന്നിലുണ്ട്. അപ്പോൾ ഒരു ദിവസം പുള്ളിങ്ങനെ വിളിച്ചു, അങ്ങനെ വിഷ്ണു ഷോപ്പിലുണ്ടോ? ഉണ്ടെന്നേ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഞങ്ങളുടെ ഷോപ്പിനടുത്ത ഒരു കടയിൽ പുള്ളിക്കാരൻ്റെ വൈഫിന് എന്തോ ജോലി നോക്കാൻ വേണ്ടിയായിരുന്നു. അവിടെ പരിചയം കൊണ്ട് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു, പുള്ളിക്കാരനെ എനിക്ക് കണ്ടറിയാൻ റെക്കമെൻഡേഷൻ ഉള്ള പരിചയമൊന്നും ഇല്ല, പുള്ളിക്കാരൻ പുറത്തെ ടൈപ്പാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ കടയിലേക്ക് വന്നു, ഞാൻ സംസാരിച്ചിട്ട് ആൾ പോയി. പിന്നെ ഇവനെ കണ്ടപ്പോൾ ഇങ്ങനെ കൂട്ടനെ കണ്ടപ്പോൾ പറഞ്ഞാൽ പുള്ളിക്കാരൻ ഗൾഫിൽ പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോസ്റ്റേ കണ്ടു, ഗൾഫിൽ പോയി പോസ്റ്റേ കണ്ടു. വേറെ നാളെ ടച്ചൊന്നും ഇല്ല. ഞാൻ കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് ട്രാൻസ്ഫറായി, അങ്ങനെ അടക്കിയായിരുന്നു. അപ്പോൾ ഒരു 2 വർഷം മുമ്പ് പുള്ളിക്കാരൻ
പിന്നെ പുള്ളിക്കാരനെ ഫോണിൽ വന്നു. അപ്പോൾ പെട്ടെന്ന് ഈ പുള്ളി ഇപ്പോൾ ഓർക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് സന്തോഷം. ഫ്രണ്ട്സൊക്കെ നമുക്ക് കുറവാണ്. അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞ് ഗൾഫിലാണ്, ജോലിയൊന്നും കുഴപ്പമില്ല, സംസാരിച്ച് കോട്ടയത്തുണ്ടാകും. ഞാൻ കോട്ടയത്തില്ല, ഞാൻ എറണാകുളത്താന്ന് പറഞ്ഞു. അപ്പോൾ ഇടയ്ക്ക് കാണുമ്പോൾ ഞാൻ സംസാരിച്ച് ഇങ്ങനെ നിർത്തി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനും വൈഫും കൂടി ഇങ്ങനെ ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലത്ത് വന്നു. വളരെ ഫേമസ് റെസ്റ്റോറൻ്റാണ്. അപ്പോൾ പെട്ടെന്ന് ഒരാളെന്ന് വെച്ചു എന്നെ സാറേ എന്ന് വിളിച്ചു. സാറേ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് വൈഫ് പറഞ്ഞു, ഇയാൾ സാറാ? ഇയാൾ സാറൊന്നുമല്ല. ആരും വാഫി പറഞ്ഞു, ഇയാൾ സാറൊന്നുമല്ല. ചെയ്ത് വാഫി ചിന്തിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞ് ആൾ മാറിക്കാണോ? വൈഫ് പറഞ്ഞു ആൾ മാറിക്കാണോ? ഇല്ല, എനിക്ക് ആളായിട്ടൊന്നുമില്ല, വിഷ്ണു അല്ലെന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് ഞെട്ടി. ആണല്ല, വിഷ്ണുവാണ്. എന്നെ മനസ്സിലായില്ലെന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് ആൾ രൂപമൊക്കെ മാറിയിട്ടുണ്ട്. ഇന്ന ആളല്ലേ? അത് തന്നെ. ഗൾഫിലൊക്കെ പോയിട്ട് അതൊക്കെ ഞാൻ നിർത്തി പോന്നു, ഞാനിപ്പോൾ ഇവിടെയാണ്, വൈഫ് ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ, ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, മനസ്സിൽ മൊത്തം ഈ പുള്ളിക്കാരൻ്റെ കാര്യങ്ങളാണ് മനസ്സിലുള്ളത്. കാരണം ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണല്ലോ, അങ്ങനെ ചിന്ത മനസ്സിൽ വന്നു. നമ്മൾ വൈറ്റ് കോളർ ജോബിലുള്ള ആൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഇതിലേക്ക് വരുമ്പോൾ എന്താണ് അവസ്ഥ, അങ്ങനെ മനസ്സിൽ പോഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈഫ് ചോദിച്ചു, എന്ത് പറ്റി? അല്ലേ അമ്മ, ഞാൻ പിന്നെ വൈഫിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ ആൾ ഇന്നടത്തുണ്ടായിരുന്നതാണ്, നല്ല കടയിലൊക്കെ ഷോപ്പിലൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പക്ഷേ പുള്ളിക്കാരൻ ഇവിടെ നല്ല ഹാപ്പിയാണ്. അവിടെ ഞാൻ പുള്ളിക്കാരനെ കണ്ടപ്പോൾ മാറി സംസാരിച്ച പുള്ളി പറഞ്ഞ്, ഗൾഫിൽ പോയൊന്നും രക്ഷപ്പെട്ടില്ല വിഷ്ണു, ഇങ്ങനെ അവിടെ ഭയങ്കര പാടായിരുന്നു, മൊത്തം പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്, വൈഫിന് ജോലി, എനിക്ക് വൈഫുണ്ട്. അപ്പോൾ ഞങ്ങൾ വൈകിട്ടാകുമ്പോൾ ഒരുമിച്ച് വീട്ടിൽ പോകും, ഒരുമിച്ച് പോകും, എല്ലാം ആൾ ഹാപ്പിയാണ്. അപ്പോൾ ഇതേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ, നമ്മൾ ഒരു ജോലി എന്നല്ല, നമ്മൾ സന്തോഷത്തോടെ ജോലി ചെയ്യാൻ പറ്റണം എല്ലാ കാര്യത്തിലും. ആളിപ്പോൾ നല്ല ഹാപ്പിയാണ്. അപ്പോൾ ഒരു ഒരു എല്ലാ ജോബും ഇങ്ങനെ മോശം അങ്ങനെയൊന്നും ഇല്ല, എല്ലാ ജോബും നല്ലതാണ് എല്ലാ തമ്മിലും. ചില ജോലികൾക്ക് പൈസ നേരത്തെ തരത്തുള്ളൂ, സന്തോഷം ഉണ്ടാകത്തില്ല. ചിലപ്പോൾ നമ്മൾ വീട്ടുകാരായിട്ട് ടച്ച് ചെയ്യാൻ അവർ സമ്മതിക്കണമെന്നില്ല. കാരണം അവരെ സംബന്ധിച്ചോളം അവർ നമ്മൾ ശമ്പളം തരുമ്പോൾ അവർ ഒരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിൽ പേടി, നമ്മൾ വീട്ടുകാരൊക്കെ സ്പെൻഡ് ചെയ്യാൻ സമയത്ത് നമ്മളെ കുഴപ്പമൊന്നും ചിന്ത അവരുടെ മനസ്സിലുണ്ടാവും. അതുകൊണ്ട് അവർ പ്രഷർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ചില ജോലികൾ ശമ്പളം കുറവായിരിക്കും, പക്ഷെ സന്തോഷം ഉണ്ടാവും. അപ്പോൾ സന്തോഷത്തോടെ ജോലി ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ആ സന്തോഷം ഞാൻ പുള്ളിക്കാരൻ്റെ മുഖത്ത് കണ്ടു. ഇനി പുള്ളിക്കാരന് വിഷമിക്കാനൊന്നുമില്ല, സന്തോഷം ഉണ്ടാകത്തുള്ളൂ മനസ്സിലായി. ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് പോലത്തെ ഒരു ജോലിയാണ് എനിക്ക് വേണ്ടതെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. അധികം പ്രശ്നമില്ലാത്തൊരു നല്ല ജോലി.